ഹായ്, ഞാൻ മരിയ ബാബു, കൺസൾട്ടന്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെന്റൽ ഹെൽത്ത് ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ മാനസികാരോഗ്യത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പാരന്റിങ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ ജേർണി, ബട്ട് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ചലഞ്ചസ് ടു. എന്തൊക്കെയാണ് പാരന്റിങ്ങിൽ കുട്ടികളെ കുറിച്ച് പാരന്റ്സ് ഒത്തിരി കൺസേൺഡ് ആവുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്? ഒരു കുട്ടി ജനിച്ച് ആ കുട്ടിയുടെ ഏജ് ഗ്രൂപ്പിലനുസരിച്ച് ആ കുട്ടി കാണിക്കുന്ന ബിഹേവിയേഴ്സ് പലപ്പോഴും പാരൻസിന് കൺഫ്യൂസിങ് ആണ്. ഇസ് ഇറ്റ് നോർമൽ? ഇങ്ങനെ തന്നെയാണോ മറ്റു കുട്ടികളും? അല്ലെങ്കിൽ ഇത് എത്ര നാളത്തേക്കാണ്? ഇസ് ഇറ്റ് ലോങ് ടേം? എസ്പെഷ്യലി ടീനേജേഴ്സിനൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ പല പാരൻസ് നമ്മളോട് ചോദിക്കുന്നതാണ്, ഇതൊക്കെ എല്ലാ കുട്ടികളിലും കാണുന്നത് തന്നെയാണോ? സോ അക്കോർഡിംഗ് ടു മെന്റൽ ഹെൽത്ത് ആക്ട്, സർട്ടൺ വാർണിംഗ് സൈൻസ് അല്ലെങ്കിൽ ചില റെഡ് ഫ്ലാഗ്സ് നമുക്ക് തരുന്നുണ്ട്. ഇത്തരം ബിഹേവിയേഴ്സ് കാണുമ്പോൾ പാരൻസ് എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യുന്നത്? ഫസ്റ്റ് തിങ്, ആങ്കർ അല്ലെങ്കിൽ അഗ്രഷൻ. കുട്ടികളുടെ അമിതമായ ദേഷ്യം, പെട്ടെന്നുള്ള ഇമ്പൾസീവായിട്ടുള്ള ആക്ഷൻസ് പാരൻസിനോടാവാം, ടീച്ചേഴ്സിനോടാവാം, ഫ്രണ്ട്സിനോടാവാം. അവർ വല്ലാതെ അങ്ങോട്ട് ആങ്കർ ഔട്ട്ബേഴ്സ്റ്റ് ചെയ്യുന്നത് പല ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും. സെക്കൻഡ് തിങ്, ആർഗ്യുമെൻറ്റേറ്റീവ്, തർക്കിക്കുക. അവരുടെ ഒരു ആവശ്യം കിട്ടുന്നതിന് വേണ്ടി അവർ പാരൻസിനോടും ടീച്ചേഴ്സിനോടും ഫ്രണ്ട്സിനോടും തർക്കിച്ചുകൊണ്ടേയിരിക്കുക. അതിനുവേണ്ടി മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുക, കളിയാക്കുക, വല്ലാതെ പുച്ഛിക്കുക. അത്തരത്തിലുള്ള അവരുടെ ബിഹേവിയേഴ്സ്. തേർഡ് തിങ് ഈസ് തെഫ്റ്റ്. ചോദിക്കാതെ മറ്റുള്ളവരുടെ സാധനങ്ങൾ എടുക്കുക. അവർക്ക് എത്ര വാങ്ങിച്ചു കൊടുത്താലും വേറൊരു കുട്ടിയുടെ ഒരു വസ്തു കാണുമ്പോൾ ചോദിക്കാതെ എടുക്കുക. ഒരു വീട്ടിൽ പോകുമ്പോൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ്റെ പോക്കറ്റിലോ അല്ലെങ്കിൽ അവളുടെ പോക്കറ്റിലോ മറ്റുള്ളവരുടെ സാധനങ്ങൾ വെക്കുക. ഒരു ഷോപ്പിൽ പോകുമ്പോൾ എത്ര സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താലും ഒരു നല്ല സാധനം കണ്ട് അത് എടുക്കാനുള്ള ഒരു പ്രവണത. അടുത്തതാണ് ഡിസ്ട്രക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. മറ്റുള്ളവരുടെ സാധനങ്ങളോ സ്വന്തം സാധനങ്ങളോ നശിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും സൂക്ഷിക്കാതെ എപ്പോഴും നശിപ്പിക്കാനുള്ള ഒരു പ്രവണത നമ്മൾ സൂക്ഷിക്കണം. അടുത്തതാണ് വയലേഷൻ ഓഫ് സീരിയസ് റൂൾസ്. വളരെ സീരിയസ് ആയിട്ടുള്ള നിയമങ്ങൾ തെറ്റിക്കുക. അതായത് വീട് വിട്ട് ഇറങ്ങി പോവുക, ഒരു ഓവർനൈറ്റിങ്ങിൽ മിസ്സാവുക, സ്കൂളിലേക്കെന്ന് പറഞ്ഞു പോവും, യൂണിഫോമൊക്കെ ഇട്ട് പോവും, ഒരു സ്കൂൾ കഴിഞ്ഞ് വരുന്ന സമയം കറക്റ്റായിട്ട് ഒരു വീട്ടിലെത്തും, ബട്ട് ഒരു ക്ലാസ്സിലുണ്ടായിരിക്കില്ല, മിസ്സിങ് ആയിരിക്കും. അത്തരത്തിൽ സീരിയസ് ആയിട്ടുള്ള റൂൾസ് വയലേറ്റ് ചെയ്യുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അടുത്തതാണ് റിഗ്രഷൻ. അവരുടെ പ്രായത്തെക്കാളും താഴ്ന്ന് അവർ സംസാരിക്കുക. ഉദാഹരണത്തിന് ഒരു 15-14 വയസ്സുള്ള കുട്ടികളെല്ലാം 5-6 വയസ്സുള്ള കുട്ടികളെ പോലെ സംസാരിക്കുക. പെട്ടെന്നൊരു ദിവസം മിണ്ടാൻ പറ്റാതെ ആവുക, കൊഞ്ചി സംസാരിക്കുക. അത്തരത്തിലുള്ള ബിഹേവിയേഴ്സും നമ്മൾ വളരെയധികം കൺസേൺഡ് ആണ്. പിന്നീടുള്ളതാണ് സിബ്ലിംഗ് റൈവലറി. സഹോദരങ്ങൾ തമ്മിലുള്ള അമിതമായ ജലസി, തർക്കം. ഒരു കുട്ടി മറ്റേ കുട്ടിയെ വെറുക്കുന്നത് പോലെ ഒരു സാധനങ്ങളും കൊടുക്കില്ല, ഷെയർ ചെയ്യില്ല. എൻ്റെ പാരൻസിന് എൻ്റെ അനിയത്തിയോടാണ് സ്നേഹം, ബ്രദറിനോടാണ് സ്നേഹം. അത്തരത്തിലുള്ള തർക്കങ്ങൾ, അൺഹെൽത്തി ആയിട്ടുള്ള അത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇത്തരം ആക്ടിവിറ്റീസ് എല്ലാം പ്രോപ്പറായി ശ്രദ്ധിച്ചില്ലെങ്കിൽ പലപ്പോഴും നമുക്കറിയാം ഇന്നത്തെ ന്യൂസിലൊക്കെ ക്രിമിനൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് പോകാറുണ്ട്. സോ ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു. ആസ് എ പാരന്റ് നമ്മൾ എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത്? എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുക, അവരോട് തുറന്ന് സംസാരിക്കുക, നോട്ട് ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള ക്രിറ്റിസിസം ഒഴിവാക്കി, ബ്ലെയിമിങ് ഇല്ലാതെ ട്രസ്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ട് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. വൈ ആർ യു യെല്ലിങ് ലൈക്ക് ദിസ്? വൈ ആർ യു ആക്ടിങ് ഔട്ട് ദിസ്? അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്ത് എന്തുകൊണ്ടാണ്, എന്ത് പറ്റി നിനക്ക്, നീ വിഷമിക്കേണ്ട, നിൻ്റെ ഉള്ളിൽ കുറച്ച് സങ്കടങ്ങളുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായി, അല്ലെങ്കിൽ അപ്പന് മനസ്സിലായി നിൻ്റെ ഉള്ളിൽ സങ്കടങ്ങളുണ്ടെന്ന്, അത് തുറന്ന് സംസാരിക്കാനുള്ള ഒരു വേദി, സേഫ് സ്പേസ് അവർക്ക് ഒരുക്കി കൊടുക്കാം. അതിന് നമുക്ക് ആവശ്യം എന്താണ്? ഒരു മൈൻഡ്ഫുൾ പാരന്റിങ്. എന്താണ് മൈൻഡ്ഫുൾ പാരന്റിങ്? നമ്മുടെ കുട്ടികളുടെ ബിഹേവിയേഴ്സ് കണ്ട് ട്രിഗർ ആവാതെ, പാനിക് ആവാതെ, നമ്മുടെ ഇമോഷൻസും നമ്മുടെ ദേഷ്യം എക്സ്പ്രസ് ചെയ്യാതെ നമ്മൾ വളരെ കാമായി അവരുടെ കൂടെ നിന്നുകൊണ്ട് എഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രോപ്പർ പാരന്റിങ് സ്റ്റൈൽ, അതാണ് മൈൻഡ്ഫുൾ പാരന്റിങ്. അതാണ് നിങ്ങൾ ആദ്യം തന്നെ ചൂസ് ചെയ്യേണ്ടത്. ഇതെല്ലാം നമ്മൾ പ്രോപ്പർ ചാനലിലൂടെ കടന്നുപോയെങ്കിലും നമുക്ക് ഈ ബിഹേവിയേഴ്സ് ഒന്നും ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കിട്ടുന്നില്ലെങ്കിൽ യു ഷുഡ് ഓൾവേസ് സീക്ക് എ പ്രോപ്പർ പ്രൊഫഷണൽ ഹെൽപ്പ്. നിങ്ങൾ പ്രോപ്പറായിട്ടുള്ളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷനെയോ കണ്ടുപിടിച്ച് നിങ്ങളുടെ കുട്ടിയെ ഒരു കൺസൾട്ട് ചെയ്യുക. അവരുടെ സ്വഭാവ രീതികൾ എങ്ങനെ മാറ്റിയെടുക്കണം. മേ ബി ഒരു കുഞ്ഞൊരു ആങ്സൈറ്റി ആയിരിക്കാം, കുട്ടികളുടെ ഉള്ളിൽ വന്നിട്ടുള്ളൊരു ഗിൽട്ട് ആയിരിക്കാം. അത് പറഞ്ഞു മനസ്സിലാക്കി അവരെ നമുക്ക് പ്രോപ്പർ ചാനലിലൂടെ കടന്നു പോകാൻ സാധിക്കും. നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യത്രേ ഉള്ളൂ, സീക്കിംഗ് ഹെൽപ്പ് ഓർ സപ്പോർട്ട് ഇസ് ഓൾവേസ് സ്ട്രെങ്തനിങ് യുവർ ചൈൽഡ്. അതിനായി നമ്മുടെ അപ്പോളോ ഹോസ്പിറ്റൽ കുട്ടികൾക്കായി ഫെസിലിറ്റീസ് ഒരുക്കിയിട്ടുണ്ട്. ഓൾവേസ്
seek help and support them. Thank you.